ഹായ് എല്ലാവർക്കും ഡോക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈമുള്ള നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. തോളല്, ഇടുപ്പല്ല് എന്നിവിടങ്ങളിലെ സന്ധി ഗോളര സന്ധിയാണ്. അപ്പോൾ തോളല്, ഇടുപ്പല്ല് എന്നിവിടങ്ങളിലെ സന്ധി ഏതാണ്? ഗോളര സന്ധിയാണ്. ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. അപ്പോൾ ആദ്യമായിട്ട് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയവരാണ് ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. കൈകൾ, കാലുകൾ എന്നിവയുടെ മുട്ടുകളിലുള്ള സന്ധി അത് വിജാഗിരി സന്ധിയാണ്. അപ്പോൾ കൈകൾ, കാലുകൾ എന്നിവയുടെ മുട്ടുഭാഗത്തുള്ള സന്ധി ഏതാണ്? അത് വിജാഗിരി സന്ധിയാണ്. തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്ന എവിടെയാണ്? അത് കാൽപാദങ്ങളിലാണ്. അപ്പോൾ തെന്നി നീങ്ങുന്ന സന്ധികൾ എവിടെ കാണുന്നു? കാൽപാദങ്ങളിൽ കാണുന്നു. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എന്താണ്? അത് ക്യാപ്സ്യൂളാണ്. അപ്പോൾ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എന്താണ്? അത് ക്യാപ്സ്യൂളാണ്. അസ്ഥികൾക്കിടയിലെ ഘർഷണം ഒഴിവാക്കുന്ന എന്താണ്? തരുണാസ്ഥിയാണ്. അപ്പോൾ അസ്ഥികൾക്കിടയിൽ ഘർഷണം ഒഴിവാക്കുന്ന എന്താണ്? തരുണാസ്ഥിയാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന എന്താണ്? അത് സ്നായുക്കളാണ്. അപ്പോൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? അത് സ്നായുക്കളാണ്. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭിക്കാതെ ആവായുശ്വസനത്തിലൂടെ പേശികളിൽ അടിഞ്ഞുകൂടുന്ന എന്താണ്? അത് ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ വിശ്രമിക്കാതെ കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ അവായുശ്വസനത്തിലൂടെ പേശികളിൽ അടിഞ്ഞുകൂടുന്ന എന്താണ്? അത് ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ പേശി ക്ലമമാണ്, അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് എന്ന് പറയും. അപ്പോൾ എന്താണ്? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ എന്താണ്? അതാണ് പേശീക്ലമമെന്ന് അറിയപ്പെടുന്നത്. അണുബാധ, വിഷബാധ എന്നിവ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ് ആണ്. അപ്പോൾ അണുബാധ, വിഷബാധ എന്നിവ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം എന്താണ്? അത് നെഫ്രൈറ്റിസ് ആണ്. കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? നെഫ്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? നെഫ്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥ അത് വൃക്കയിലെ കല്ലാണ്. അപ്പോൾ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥ എന്താണ്? അത് വൃക്കയിലെ കല്ലാണ്. പലതരം വൃക്കാരോഗങ്ങൾ നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം എന്നിവ മൂലമുള്ള വൃക്കാരോഗം യുറീമിയാണ്. അപ്പോൾ പലതരം വൃക്കാരോഗങ്ങൾ നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം എന്നിവ മൂലമുള്ള വൃക്കാരോഗം ഏതാണ്? അത് യുറീമിയാണ്. ഓസ്റ്റിയോപെറോസിസ് കൂടുതലായി ബാധിക്കുന്ന അസ്ഥിഭാഗം ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ലാണ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായി ബാധിക്കുന്ന എവിടെയൊക്കെയാണ്? ഇടുപ്പലിനെ ബാധിക്കും, മണിബന്ധത്തെ ബാധിക്കും, നട്ടെല്ലിനെ ബാധിക്കും. പേശികൾ ദുർബലമായി പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ പേശി ക്ഷയമാണ്. അപ്പോൾ പേശികൾക്ക് ദുർബലമായിട്ട് പേശികൾ നാശമുണ്ടാകുന്ന അവസ്ഥ എന്താണ്? പേശി ക്ഷയമാണ്. എത്ര അസ്ഥികൾ ചേർന്നാണ് മനുഷ്യരിൽ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത്? 206 അസ്ഥികൾ ചേർന്നാണ് നമ്മുടെ മനുഷ്യരിൽ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ തരംതിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അപ്പോൾ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 എണ്ണമാണ്. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 എണ്ണമാണ്. 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? തലയോട്, മാറല്, വാരിയല്, നട്ടെല്ല്. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? തലയോട്, മാറല്, വാരിയല്, നട്ടെല്ല്. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ എത്ര എണ്ണമാണ്? 126 ആണ്. അപ്പോൾ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ എത്രയാണ്? 126. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? തോൾ വലയം, കൈകൾ, ശ്രോണി വലയം, കാലുകൾ. അപ്പോൾ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? തോൾ വലയം, കൈകൾ, ശ്രോണി വലയം, കാലുകൾ.
പേശീകോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുവാനായി കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, അതാണ് സ്റ്റിറോയിഡുകളെന്ന് പറയുന്നത്. അപ്പോൾ പേശീകോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? അത് സ്റ്റിറോയിഡുകളാണ്. കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നു. ഇത്തരം പേശി ജോഡികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രതിദ്വന്ദ്വി പേശികളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നു. ഇത്തരം പേശി ജോഡികൾ അറിയപ്പെടുന്ന പേരെന്താണ്? പേശിദ്വന്ദ്വി പേശികളാണ്. മിക്ക ശരീരചലനങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ്. അപ്പോൾ മിക്ക ശരീരചലനങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന എന്തിലൂടെയാണ്? സന്ധികൾ വഴിയാണ്. അപ്പോൾ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന എന്തിലൂടെയാണ്? സന്ധികൾ വഴിയാണ്. നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധി ഏതാണ്? അത് കീലസന്ധിയാണ്. അപ്പോൾ നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധി ഏതാണ്? അത് കീലസന്ധിയാണ്. നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധി, അത് കീലസന്ധിയാണ്. അപ്പോൾ നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധി ഏതാണ്? അത് കീലസന്ധിയാണ്. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധി, വിജാഗിരി സന്ധിയാണ്. അപ്പോൾ വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധി ഏതാണ്? അത് വിജാഗിരി സന്ധിയാണ്. ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാവുന്ന പ്രായം എന്താണ്? അത് 20കളുടെ തുടക്കമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ച പൂർണ്ണമാവുന്ന പ്രായം എത്രയാണ്? 20കളുടെ തുടക്കമാണ്. കോശവിഭജന നിരക്ക് കുറയൽ, കോശങ്ങൾ കൂടുതലായി നശിക്കുക, പേശികൾ ശുഷ്കിക്കുക എന്നത് ഏത് കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ്? വാർദ്ധക്യത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ കോശവിഭജന നിരക്ക് കുറയുക, കോശങ്ങൾ കൂടുതലായി നശിക്കുക, പേശികൾ ശുഷ്കിക്കുക എന്നിവ ഏത് ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? വാർദ്ധക്യത്തിൻ്റെ സവിശേഷതകളാണ്. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? വായയെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? വായയെയാണ് ബാധിക്കുന്നത്. മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥ സന്ധിവാതമാണ്. അപ്പോൾ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥ എന്താണ്? അത് സന്ധിവാതമാണ്. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുകൾ തകരാറ് സംഭവിക്കുന്ന അവസ്ഥ അസ്ഥിസ്ഥാന ഭ്രംശമാണ്. അപ്പോൾ സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുകൾക്ക് തകരാറ് സംഭവിക്കുന്ന അവസ്ഥ ഏതാണ്? അസ്ഥിസ്ഥാന ഭ്രംശമാണ്. സ്നായുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥ ഉളുക്കാണ്. അപ്പോൾ സ്നായുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ഉളുക്ക് എന്ന് പറയുന്നു. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ മൂലം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ അത് ഓസ്റ്റിയോപോറോസിസ് ആണ്. അപ്പോൾ എന്താണ്? കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ മൂലം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ എന്നാണ്? ഓസ്റ്റിയോപോറോസിസ് ആണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമായതെന്നാണ്? 2008. അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമായതെന്നാണ്? 2008. KSSMൻ്റെ പൂർണ്ണ രൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്. അപ്പോൾ KSSMൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്. കേരളത്തിലെ ഏത് വകുപ്പിന് കീഴിലാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പ്രവർത്തിക്കുന്നത്? സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ്. അപ്പോൾ കേരളത്തിലെ ഏത് വകുപ്പിന് കീഴിലാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പ്രവർത്തിക്കുന്നത്? സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പ് സ്പോൺസർ ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റി KSSM ആണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പ് സ്പോൺസർ ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഏതാണ്? KSSM ആണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ആശ്വാസകിരണമാണ്. ഇപ്പോൾ പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ആശ്വാസകിരണമാണ്. ഒരു നഗരത്തിലെ നിയുക്ത കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ദിവസത്തിലൊരിക്കൽ ഉയർന്ന സബ്സിഡിയോടെ ഭക്ഷണം നൽകുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതി
ഹങ്കർ ഫ്രീ സിറ്റിയാണ്. അപ്പോൾ ഒരു നഗരത്തിലെ നിയുക്ത കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ദിവസത്തിലൊരിക്കൽ ഉയർന്ന സബ്സിഡിയോടെ ഭക്ഷണം നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ഹങ്കർ ഫ്രീ സിറ്റിയാണ്. ഹങ്കർ ഫ്രീ സിറ്റി പരിപാടിക്കായി തിരഞ്ഞെടുത്ത ആദ്യത്തെ നഗരസഭ അത് കോഴിക്കോട് നഗരസഭയാണ്. അപ്പോൾ ഹങ്കർ ഫ്രീ സിറ്റി പരിപാടിക്കായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ നഗരസഭ ഏതാണ്? കോഴിക്കോട് നഗരസഭയാണ്. നഗരത്തിലെ ഒരു വ്യക്തിയും ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ പോകുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് നമ്മുടെ ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നഗരത്തിലെ ഒരു വ്യക്തിയും ഒരു ദിവസത്തെ ഭക്ഷണമില്ലാതെ പോകുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? അതാണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി വയോമിത്രമാണ്. അപ്പോൾ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി ഏതാണ്? വയോമിത്രമാണ്. നിയന്ത്രിത പ്രവർത്തനമായ ക്രമഭംഗത്തിൽ തകരാറുകൾ സംഭവിച്ച് കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നത് ഏത് രോഗാവസ്ഥയാണ്? ക്യാൻസറാണ്. അപ്പോൾ നിയന്ത്രിത പ്രവർത്തനമായ ക്രമഭംഗത്തിൽ തകരാറുകൾ സംഭവിച്ച് കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നതിന് എന്തെന്ന് പറയുന്നു? ക്യാൻസർ രോഗാവസ്ഥ എന്ന് പറയുന്നു. ഏത് പ്രായമാണ് കൗമാരപ്രായം എന്നറിയപ്പെടുന്നത്? 10 മുതൽ 19 വയസ്സ് വരെയാണ്. അപ്പോൾ ഏത് പ്രായമാണ് കൗമാരപ്രായം എന്നറിയപ്പെടുന്നത്? 10 മുതൽ 19 വയസ്സ് വരെയാണ്. ശരീരത്തിലെ സന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം എന്നിവ നിർവഹിക്കുന്ന അവയവം അത് വൃക്കയാണ്. അപ്പോൾ ശരീരത്തിലെ ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം എന്നിവ നിർവഹിക്കുന്ന അവയവം ഏതാണ്? അത് വൃക്കയാണ്. അപ്പോൾ നമ്മുടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്.